പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മറ്റ് പല വിദേശ രാജ്യങ്ങളിൽ നമുക്ക് രാത്രിയിൽ എപ്പോൾ വേണേലും ഇറങ്ങാൻ പറ്റും, കേരളത്തിൽ അത് നടക്കത്തില്ല എന്ന്. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നലെ നേരിട്ട് കണ്ടത്. രാത്രി 1 മണിയല്ല, 2 മണിയല്ല, 3 മണിയല്ല, ഈ കോഴിക്കോട് ബീച്ച് ഫുൾ ഫാമിലിയും കൊണ്ട് നിറഞ്ഞിരിക്കും. ഒരു സാധാരണ ദിവസമാണ് ഞാൻ ഇന്നലെ പോയത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു അടിപൊളി വൈബായിട്ടുള്ള സ്ഥലമാണ്. I can't agree more. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട ഒരു മസ്റ്റായിട്ടുള്ള സ്ഥലമുണ്ട്. അതേതാണെന്നറിയോ? ഈ കാണുന്ന കോഴിക്കോട് ബീച്ച്. അതേ ഗൈസ്, നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ് നിൽക്കുന്നത്. ഈ കോഴിക്കോട് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ സുബൈർ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു അതിസുന്ദരമായിട്ടുള്ള ഒരു ബീച്ചാണിത്. അതെന്തുകൊണ്ടാണ് ഞാൻ അതിസുന്ദരമായിട്ടുള്ള ഒരു ബീച്ചാണെന്ന് പറയാൻ കാരണം, ഇതിൻ്റെ ആ ഒരു വൈബ്. ഞാനും സുബൈറും കൂടെ ഇന്നലെ രാത്രിയിൽ ഞങ്ങളൊരു 10:30 ആയപ്പോൾ തൊട്ട് ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാനും ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ കോഴിക്കോടിൻ്റെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഡിന്നറാണ് കഴിക്കാൻ പോകുന്നത്. അതിപ്പം ഏത് റെസ്റ്റോറൻ്റാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ ആ റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ കോഴിക്കോട് ടൗണിലാണ് ഉള്ളത്. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ സുബൈർ നമ്മളിങ്ങനെ ഓരോ ഷോപ്പിംഗ് മാൾ, ഇവിടെ എന്തൊരു സംഭവങ്ങളാണെന്ന് അറിയോ. ഗോകുലം ഗ്രാൻഡ്, പിന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ. ഏറ്റവും പൊന്നെ അത്ഭുതം തന്നെ. ഇതൊക്കെ കോഴിക്കോടാണ് കേട്ടോ. നമ്മളിപ്പോൾ കോഴിക്കോട് സിറ്റിയിലാണുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം ഒരു സ്പെഷ്യൽ ഡിന്നറാണ് കഴിക്കാൻ പോകുന്നത്. അതെന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺഡ്. ഇതുണ്ടോ ആ കാണുന്നതാണ് ഫോക്കസ് മാൾ. അത് ഈ കേരളത്തിലെ ആദ്യത്തെ ഷോപ്പിംഗ് മാളാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇതുണ്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നത്. സാർട്ടർ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളിപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അടിപൊളി ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ അത് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ട് പോവാം കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ ക്രിസ്മസ് പ്ലാറ്ററൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുണ്ടല്ലോ, ഇത് വേറെ കുറേ ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു ടേബിൾ നമുക്കിങ്ങനെ ഇവിടെ സെറ്റാക്കി തന്നു കേട്ടോ. അടിപൊളി. നമുക്കിത് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ സാത്ത റെസ്റ്റോറൻറ്റിലെ മെനു ആട്ടോ. കേട്ടോ ഇവിടെ ഇതൊക്കെയാണ് മെനു ഉള്ളത്. ഇവിടെ സിഗ്നേച്ചർ ഡിഷസും കാര്യങ്ങളുണ്ട്, പിന്നെ സാലഡ്സ് ഉണ്ട്, സൂപ്പുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഇതുണ്ട്, ഇതാട്ടോ സാറ്റർ റോയൽ പ്ലാറ്റർ ഉണ്ടോ. ഇതാണ് ഈ സംഭവമാണ് നമ്മളിപ്പോൾ ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു സംഭവം വരുന്നത് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ തന്തൂരി, പിന്നെ അറബിക് റൈസ്, ചൈനീസ്, പിന്നെ ഇതിൻ്റെ മേളിൽ ആക്ച്വലി ഇതുണ്ട് കേട്ടോ, കുക്കയുണ്ട് കേട്ടോ ഇതിൻ്റെ മേളിൽ. ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. നമ്മളവിടെ പോകുന്നില്ല, നമ്മളിപ്പോൾ ഇവിടെ ഈ താഴെയാണ് ഇരിക്കുന്നത്. നമ്മൾ സ്ഥലം മാറിയായിരുന്നു, ഇവിടെയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ ഇത് ആക്ച്വലി ഇതുണ്ടോ, ഇത് കിട്ടില്ല ആംബിയൻസ് കേട്ടോ. ഒരു രക്ഷയില്ല, കിട്ടില്ല ആംബിയൻസ് ആണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ആദ്യത്തെ സംഭവം വന്നിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഒരു പ്ലാറ്ററാണ് കേട്ടോ. ഇതുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് പത്തിരിയല്ലേ ഇത്? കുബൂസ് ഉണ്ട്, ഫ്രൈസ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ അറബിക് സാലഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഹാ, ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ അവിടെ പാലയിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ കോഴിക്കോടൻ സംഭവങ്ങളാണ് ഗൈസ്. അപ്പം നമ്മളിവിടെ ഈ ഒരു പ്ലാറ്റർ പക്ഷേ ഇത് പ്ലാറ്റർ അല്ലല്ലോ, നമ്മുടെ അറബിക് സാലഡ്സ് ഒരു സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ ആ സ്റ്റാർട്ടർ നമ്മളിപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സുബൈർ പറഞ്ഞാൽ ഇത് ആരും കഴിച്ച് തീർത്തേക്കല്ലേ, ഇതിപ്പോൾ എല്ലാവരും അത് മറ്റേ മെയിൻ സാധനം കൂടെ വരട്ടെ എന്ന്. മെയിൻ സാധനം വരുന്നതിന് മുമ്പ് ഇതെല്ലാം തീർത്തല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? കേട്ടോ
നല്ല കിടിലം ഫുഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് മെയിൻ പ്ലാറ്റർ വന്നിരിക്കുകയാണ്. ഇവിടെ റോയൽ സാറ്റർ പ്ലാറ്റർ. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കുബൂസ്, പിന്നെ ഇത് ചിക്കൻ, പിന്നെ ഇതെല്ലാം ചിക്കൻ്റെ കുറേ വെറൈറ്റീസും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഫിഷ് ഉണ്ട്, ബീഫുണ്ട്, പിന്നെ ഫ്രൈസ്, പിന്നെ അതിൻ്റെ കുറേ സംഭവങ്ങൾ, അതിൻ്റെ സോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതുണ്ട്, ഇതല്ലേ ഇതല്ലേ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ, അടിപൊളി. ഇത് കുൽച്ചയും വന്നിട്ടുണ്ട്. കുൽച്ച ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല ഇത്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കുൽച്ച അവിടെ തന്നെ അത് മറ്റേ റൈസും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. അപ്പോൾ ഞാനിത് ഒരു കുൽച്ച ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഭയങ്കര നല്ല അയച്ച റൈസ് കേട്ടോ. ഓക്കെ, താങ്ക് യു. മതി. പിന്നെ ഇതുണ്ട് ഒരു ചിക്കൻ ഇതുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ ഈ കുൽച്ച സാധ്യ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇത് ചിക്കനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇതുണ്ട്, ഈ ഒരു പ്ലാറ്റർ നോക്കി അടിച്ച് പൊളിച്ച് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഞാനിപ്പോൾ ഈ ഒരു ചിക്കനാണ് കഴിക്കുന്നത്. നിങ്ങൾ ഈ വരുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റർ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതുണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ചിക്കൻ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളിയല്ലേ മോനെ? ഹൗ ഇസ് ഇറ്റ്? അപ്പം ഞങ്ങൾ സത്താറിനൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കോഴിക്കോടൻ്റെ അടിപൊളി സ്റ്റഫുകളാണ് നമ്മളിവിടെ കഴിച്ചത്. നമ്മൾ ഇനിയും നമ്മളെ ഫുഡുകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഞങ്ങളൊരു 12 മണിയായപ്പോഴാണ് ഏകദേശം നമ്മൾ ഈ ഒരു ബീച്ചിൽ വന്നത്. ഈ ഒരു ബീച്ച് വന്നപ്പോൾ ഉള്ള കാഴ്ച നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന പോലെ ഇതുണ്ടോ, ഇന്നലെ രാത്രി ഞങ്ങൾ വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനത്തിരക്കാണ് ഇവിടെ, ജനത്തിരക്കാണ്, അത്രയും തിരക്കാണ്. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും വന്നു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ രാത്രിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളും ഫാമിലി ഭയങ്കര വൈബാണ് ഇവിടെ. എന്ത് തിരക്കാണെന്നറിയോ ഇവിടെ, നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. കാരണം രാത്രി 12 മണിക്ക് 1 മണിക്ക് ഇവിടെ അതുപോലെ തിരക്കുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് അതിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ചെറിയ ചെറിയ പെട്ടിക്കടകളുണ്ടായിരുന്നു കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഇട്ട് അവിടെ ഉപ്പിലിട്ട മാങ്ങ, അങ്ങനത്തെ നെല്ലിക്ക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾ അതിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് കടൽ തീരത്തൊക്കെ പോയി കാറ്റൊക്കെ കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് രാവിലെയും കൂടെ ഇവിടെ ഒന്ന് വരണം. ഐ വോണ്ട് ടു സീ ഡേ ടൈമിൽ എങ്ങനെയാണ് ഈ ഒരു കോഴിക്കോട് ബീച്ച് ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പം ഇവിടെ വന്നത്. ഈ കോഴിക്കോട് ബീച്ചിലുണ്ടല്ലോ, ഇവിടെ ഇതൊരു സ്റ്റാർബക്സ് കോഫി ഉണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റാർബക്സ് അല്ലേ, അതാണ്. ഇവിടെ നിന്നാണ് ബേസിക്കലി ആ ഒരു ബീച്ചിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് വേണേൽ പറയാം. ഏകദേശം അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇന്നലെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങേ അറ്റം വരെ അങ്ങ് പോയി. നല്ല രസമായിരുന്നു. ഈ കാണുന്നത് ആക്ച്വലി ഒരു ടോയ്ലറ്റാണ്. ഇത് ആക്ച്വലി പേ പെർ യൂസ് ആണ്, അതായത് 5 രൂപയാണ് കൊടുക്കേണ്ടത്, പേ ആൻഡ് യൂസ്. നല്ല മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ ഈ ടോയ്ലറ്റുകളൊക്കെ. കോഴിക്കോട് ബീച്ചിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുവാണ്. നല്ല വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ല മനെ. ഇവിടെ ഇങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ഈ അങ്ങേ അറ്റത്തോട്ട് പോകും. ഞാനൊരു സൂത്രം കാണിച്ചു തരാം അവിടെ കേട്ടോ. ഇതുണ്ട്, ഇത് ആക്ച്വലി ഈ ഒരു കൊത്തുപണിയില്ലേ, ഇത് ആക്ച്വലി ഒരൊറ്റ കല്ല് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, 1 2 3 4 അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഇതുണ്ടോ ഇവിടെ ബീച്ച്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് വേ പോലെ ആൾക്കാർക്ക് വിശ്രമിക്കാനും അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഹോട്ടലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട് സീക്യൂൻ ഹോട്ടൽ ബാർ, പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം. അപ്പം കോഴിക്കോട് വരുവാണെങ്കിൽ മസ്റ്റായിട്ടും കോഴിക്കോട് ബീച്ച് നിങ്ങളൊരു 5:30 ആ ഒരു സമയത്തൊക്കെ വരണം.
ഇറ്റ്സ് വെരി വെരി നൈസ്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ ബീച്ചിൽ കൂടെ ഒക്കെ നടന്നു. ഞങ്ങളിനി വണ്ടിക്കകത്ത് കയറി ഇരിക്കാൻ പോകണം. ഇപ്പോൾ ഇവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളിതുണ്ട് സുബൈർ പോയിട്ട് ഓടിപ്പോയിട്ട് ഈ ഹൈഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇത് ആക്ച്വലി ഹണി കേക്കാണ്. ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് വീറ്റ് ഫ്ലോർ, ഷുഗർ, ഹണി, ബട്ടർ, സോഡ, എഗ്ഗ്, പിന്നെ വിപ്പിംഗ് ക്രീം. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഇതെങ്ങനെയാണെന്ന്. നല്ല പാക്കിംഗ് ആണ് കേട്ടോ ഇത്. ഇതുണ്ടോ? ഇതുണ്ടോ, ഇവിടെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് കൊള്ളാം. നമ്മളിപ്പോൾ ഈ ട്രാവലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ സ്പൂണ് സഹിതം നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, ഇതാണ് ഹണി ലെയർ കേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഹൈഫ് എന്ന് പറയുന്ന കടയിൽ നിന്ന് ഇപ്പം നമ്മൾ മേടിച്ചതാണ് കേട്ടോ. സുബൈർ ഇത് ഓടിപ്പോയി മേടിച്ച്. ഇതുണ്ടോ, കൊള്ളാം. ഇതൊരു പ്രത്യേക സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഈ ഹണിയുടെ ഫ്ലേവർ എല്ലായിടത്തും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഹണിയുടെ ടേസ്റ്റ് ശരിക്കും എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പം കോഴിക്കോടൊക്കെ വരുമ്പം ഇതൊക്കെ ട്രൈ ചെയ്യുക. ഹൈഫ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് നമ്മളിത് മേടിച്ചത്. നമ്മളിപ്പോൾ ഈ നാലുകെട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പായസം ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് നമ്മളൊരു അടപ്രഥമൻ നമ്മൾ മേടിച്ചു കേട്ടോ. ഇപ്പം നമ്മളിത് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ സംഭവം മേടിച്ചത്. ആഹാ, ഇതെന്ത്, ഇത് എന്ത് അടപ്രഥമനാണോ ഇത്? പാലട അല്ലേ? ഓ, ആഹാ, അടിപൊളി. ഞാൻ കാണിച്ചു തന്ന ഇതില്ലേ, നാലുകെട്ട് എന്ന് പറയുന്ന ഇവിടെ നിന്നാണ് നമ്മളിത് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ നമ്മൾ പാലയ്ക്ക് പോകും. അത് നമ്മൾ തിരിച്ച് വന്ദേ ഭാരതിനാണ് പോകുന്നത്. അപ്പോൾ ഇത് സുബൈറും സുബൈറിൻ്റെ ഫാമിലിയോട് എല്ലാവരോടും താങ്ക്സ് നമ്മൾ പറയുന്നു. അപ്പം താങ്ക് യു സോ മച്ച് സുബൈർ ആൻഡ് ഫാമിലി. അപ്പം നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതെല്ലാ സാഹചര്യവും ഒത്തു വേണം കേട്ടോ. അങ്ങനെ ചുമ്മാ നമുക്കിത് വരാനും പറ്റത്തില്ല, അതാണ്. അപ്പം നമ്മളിതുണ്ട്, നമ്മുടെ ഈ ഒരു വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. ഈ വീടിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ഹോം ടൂർ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. ഇത് സുബൈറിൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതെൻ്റെ ഇവിടെ സാദിയയുടെ ഇലക്ട്രിക് വണ്ടി കിടപ്പുണ്ട്. ബെൻസിനാണ് നമ്മളിനി അങ്ങോട്ട് പോകുന്നത്. ശരി, താങ്ക് യു, ബൈ ബൈ. അപ്പോൾ സിംഗപ്പൂർ വെച്ച് കാണാം കേട്ടോ. ഹലോ, ബൈ ബൈ.